ഹായ് ഓൾ. ഇപ്പോൾ 100 ഡേയ്സ് ട്രേഡിംഗ് ചലഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നടുത്ത ട്രേഡും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം. ഇവിടെ ഫ്ലാറ്റ് ട്രേഡിൽ കാണാം, ഒറ്റ ട്രേഡാണ് എടുത്തത്. 9:42 എൻട്രി എടുത്തു, 9:52 SL അടിച്ചു, ടാർഗറ്റ് ഓർഡർ ക്യാൻസലായി. അത്രേ ഉള്ളൂ ഇന്നത്തെ എൻട്രി. ഒറ്റ എൻട്രി മാത്രം, വളരെ സിമ്പിളായിരുന്നു. പെട്ടെന്ന് തന്നെ SL അടിച്ചു. ഇവിടെ പൊസിഷൻസിൽ കാണാം, PNL 297.75 ആണ് ലോസ്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചാർട്ടിലൊന്ന് പോയി ജസ്റ്റ് നോക്കി നോക്കാം. ബാക്കി പിന്നെ എക്സൽ ഷീറ്റും എല്ലാ കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ആദ്യം ചാർട്ടിൽ എൻട്രീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ എൻട്രി ടൈം നോക്കി മനസ്സിലാവും. ഓർഡറിൽ 9:42 9:52 SL. അപ്പോൾ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലാണ്. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഹൈ എടുത്ത സമയത്ത് ഈ 15 മിനിറ്റ് ബ്രേക്ക് ഔട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ട്രാറ്റജികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ബ്രേക്ക് ഔട്ടിലൊക്കെ മേലോട്ടേക്ക് എൻട്രി എടുക്കണം. അപ്പോൾ അതൊക്കെ ഫേക്ക് ചെയ്ത് വരാനുള്ള ഒരു ചാൻസ് നോക്കിയിട്ടാണ് ഞാൻ താഴോട്ടേക്ക് ഒരു എൻട്രി എടുത്തത്. പക്ഷേ അത് SL അടിച്ച് മേലോട്ട് പോവുകയാണ് ചെയ്തത്. നമ്മളെ കുഴപ്പമില്ല, അല്ല നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് 9:42 ക്യാൻഡിൽ നോക്കി നോക്കുക. 1 മിനിറ്റ് ക്യാൻഡിൽ 9:42 ക്യാൻഡിൽ ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിൽ പറഞ്ഞാൽ അത്രയും ടിപ്പിലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തിനത്. അങ്ങനെ മേലെ പോയി നിൽക്കുന്ന സമയത്ത് എൻട്രി എടുത്തു. 9:52 ഈ ഒരു ക്യാൻഡിൽ കുറച്ച് നേരം അങ്ങനെ കളിച്ച് 52 ആയ സമയത്ത് SL അടിച്ചു. കുറച്ചുകൂടെ മേലെ പോയി, പിന്നെ കുറച്ച് നേരം ഇങ്ങോട്ടൊക്കെ വന്ന് പിന്നെ അങ്ങോട്ടൊക്കെ പോയി. അതൊന്നും നമ്മുടെ വിഷയമല്ല. പിന്നെ എങ്ങോട്ട് പോയാലും നമുക്കൊരു വിഷയമല്ല. പിന്നെ ടാർഗറ്റിലെ പോയിക്കോട്ടെ, സ്റ്റോപ്പ് ലോസിലെ പോയിക്കോട്ടെ, എത്ര മൊമെൻറ്റം വന്നോട്ടെ, ഒന്നും നമ്മുടെ വിഷയമില്ല. നമ്മൾ എൻട്രി എടുക്കുന്നു, ടാർഗറ്റ് വെക്കുന്നു, സ്റ്റോപ്പ് ലോസ് വെക്കുന്നു, അതിലേതെങ്കിലും ഒന്ന് അടിക്കുന്നു, നമ്മളെ പരിപാടി നിർത്തി നമ്മൾ പോകുന്നു. അത്രേ ഉള്ളൂ. അതിനുശേഷം പിന്നെ ഒരു മര്യാദയ്ക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ലിക്വിഡിറ്റിയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഫോളോ ചെയ്യുന്ന സ്ട്രാറ്റജി പ്രകാരമുള്ള. പിന്നെ മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരു മൊമെൻറ്റം വന്നതിന് മേലോട്ട്. അതിന് ശേഷമൊക്കെ ഇവിടെ ഫുള്ളൊരു അരിച്ച് മറ്റേ എന്താ പറയുക, വെയിലേക്ക് കെട്ടി മാറ്റി നിൽക്കുകയാണ്. ഭയങ്കര കൺസോളിഡേറ്റിംഗ്. ഇങ്ങനത്തെ കൺസോളിഡേറ്റിംഗ് മാർക്കറ്റിലൊക്കെ ഓപ്ഷൻ ബയ്യർ ട്രേഡ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ സെല്ലറിന് പ്രോഫിറ്റ് കിട്ടുന്ന ടൈമാണ്. ബയ്യറിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന വെച്ചിട്ടാണെങ്കിൽ ഒരു മിനിമം ഒരു 100 പോയിൻറ്റ്സെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് വേണം. ഇങ്ങനത്തെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് വേറെ ട്രേഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇവിടെ ഇതാണ് എൻ്റെ ജേണൽ. അപ്പോൾ ജേണലിൽ എഴുതിയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡ്. ബാക്കി ഡീറ്റെയിൽസും എല്ലാ ട്രേഡും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിൽ ഇത് നോക്കിയാൽ ഇപ്പോൾ മൊത്തം ചോപ്പാണ്, ഭയങ്കര റെഡാണെന്നൊക്കെ തോന്നും, ഫുള്ള് ലോസാണെന്നൊക്കെ. പ്രോഫിറ്റ് വളരെ കുറവല്ലേ ഉള്ളൂ. പക്ഷേ ടോട്ടൽ അടിച്ച് നോക്കുന്ന സമയത്ത് ഇത്രയും പ്രോഫിറ്റിലാണ്. അത് എണ്ണത്തിൽ കൂടുതൽ ലോസാണെങ്കിലും ഈ പ്രോഫിറ്റിൻ്റെ പ്രോഫിറ്റിൻ്റെ ആഴം ഭയങ്കര കൂടുതൽ പ്രോഫിറ്റിനാണ്. അപ്പോൾ 1:5 ആണ് റിസ്ക് റിവാർഡ്. അപ്പോൾ ഈ ഒരു 4 SL അടുപ്പിച്ചടിച്ചാൽ ഇവിടെ കണ്ടില്ലേ ഓവറോൾ ലോസ്. അത് ഒരൊറ്റ ടാർഗറ്റും കൂടെ കൂടി വന്നു കഴിഞ്ഞാൽ അത് പ്രോഫിറ്റിലേറ്റി, കണ്ടില്ലേ. അപ്പോൾ അതാണ് ഈ റിസ്ക് റിവാർഡിൻ്റെ ഒരു പവർ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ അടുപ്പിച്ച് ഇനിയും കുറേ SL അടിച്ചാലും കുഴപ്പമില്ല, എനിക്ക് ഓവറോൾ ലോസിലേക്ക് പോകില്ല, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും ഇത്ര റിസ്ക് റിവാർഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.